ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരൊറ്റ തള്ളല എന്നൊരു തോന്നലുണ്ടായേക്കാം. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ പറയില്ല. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ആ തോന്നലുണ്ട്. ഈ വീഡിയോയിൽ ഈ കുറിച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ തള്ളൽ പോലെ ഫീൽ ചെയ്യും എന്ന്. അത്രയും പ്രതിഭാധനരായ സംവിധായകർ ഏറ്റുമുട്ടുന്ന ഒരു വെള്ളിയാഴ്ചയാണിത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ആഴ്ച റിലീസിനെത്തുന്ന എനിക്കേറെ പ്രതീക്ഷയുള്ള സിനിമകളെക്കുറിച്ചാണ്. ഈ ആഴ്ച ഒരുപാട് സിനിമകൾ റിലീസിന് തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. മലയാളവും ഇതര ഭാഷകളും ഒക്കെ അതിൽ പെടും. അതിൽ മൂന്ന് മലയാള സിനിമകൾ മാത്രമാണ് ട്രെയിലർ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ 3 മലയാള സിനിമകൾ അത് ആദ്യം പറഞ്ഞേക്കാം, എന്നിട്ട് അതിൻ്റെ റീസൺസ് പറയാം. ഒന്നാമത്തത് ഉള്ളൊഴുക്കാണ്, രണ്ടാമത്തത് ഗഗനചാരിയാണ്, മൂന്നാമത്തത് നടന്ന സംഭവമാണ്. ഇംഗ്ലീഷ് സിനിമ ദി ബൈക്ക് റൈഡേഴ്സാണ്. എന്താണ് എൻ്റെ പ്രതീക്ഷകൾ എന്ന് പറയാം. ഉള്ളൊഴുക്കിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഈ സിനിമ കാണാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഘടകം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയുടെ ഒരു ഗംഭീര പ്രകടനം കാണാൻ പറ്റും എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം ആ സിനിമയുടെ ട്രെയിലർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അവരുടെ ചില മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കൈവിരലുകൾ മാത്രമുള്ളൊരു ഷോട്ടുണ്ട്. അവർ വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ കവളിൻ്റെ ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ ചെറിയ മൂവ്മെൻറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒരു കഥാപാത്രത്തിനെ അത്രയധികം ഉൾക്കൊണ്ടാൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുഖം നമ്മളേക്കാൾ സത്യസന്ധമായിട്ടുള്ള ഒരു ശരീരഭാഗമാണ്. കാരണം നിങ്ങൾ നുണ പറയുകയാണെങ്കിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ പേശിയുടെ മൂവ്മെൻറ്റ്സ്, നിങ്ങൾ ശരിക്കും ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേശികളുടെ മൂവ്മെൻറ്റ്സ്, നുണ പറയുമ്പോഴുള്ള മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മളെക്കാൾ മുമ്പ് സംസാരിച്ച് തുടങ്ങുന്നതാണ്. അതിനെ വരെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത്, ഒരു ഡയറക്ടർ ആക്ഷൻ പറയുമ്പോൾ കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വൻ സംഭവം തന്നെയാണ്. അത് ട്രെയിലർ കണ്ടപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ ആലോചിച്ചത് ഈ ഡയറക്ടറെ കുറിച്ചാണ്, ക്രിസ്റ്റോ ടോമി. ഇദ്ദേഹത്തിൻ്റെ കറി ആൻഡ് സയനൈഡ് എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള സീരീസ് ഉണ്ട്, അത് കണ്ടിട്ടുള്ളതാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഉർവശി ചേച്ചിയുടെ പ്രകടന മികവിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് പറ്റും എന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഉർവശി ചേച്ചിയോട് പറയാണ്, ചേച്ചി നിങ്ങളുടെ 2 കൈവിരലുകൾ അനങ്ങുന്ന ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ അത് ചുമ്മാ കൈവിരൽ അനക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും. അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനൊരു എക്സ്പ്രഷൻ മുഖത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു എക്സ്പ്രഷൻ കൊണ്ടുവന്ന് അതല്ല സാധനം. ഈ ആർട്ടിസ്റ്റിനെ ആ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവന്ന് അയാളെ ആ ഒരു കംഫർട്ട് സോണിൽ നിർത്തിയിട്ട്, എന്ന് വെച്ചാൽ കഥാപാത്രമായി മാറാനുള്ളൊരു സ്പേസ് ഒരുക്കി കൊടുത്ത് അയാളിൽ നിന്ന് എന്താണ് ക്യാപ്ചർ ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിച്ച് ആ സംവിധായകൻ എടുക്കുന്ന എഫേർട്ട് ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഉണ്ട്. അത് ഗംഭീരമാവുമ്പോഴാണ് ഈ ആർട്ടിസ്റ്റിനെ സ്ക്രീനിലേക്ക് വേറെ ലെവലിൽ കൊണ്ടുവരാൻ പറ്റുക. ക്രിസ്റ്റോ ടോമിക്ക് അത് സാധിക്കും എന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും, അത് മാത്രമല്ല ഈ കറി ആൻഡ് സയനൈഡ് നമ്മൾ കാണുമ്പോഴാണെങ്കിലും, ഈ കഥ നടക്കുന്ന പശ്ചാത്തലമില്ലേ, അതിനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ പ്രദേശം, അവിടുത്തെ ആളുകൾ, അവരുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അവർ നിലകൊള്ളുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ എലമെൻറ്റുകൾ ഈവൻ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരുന്നുണ്ട്. അത്രയും രസമായിട്ടാണ് അയാളത് അവതരിപ്പിക്കുന്നത്. ആൻഡ് ക്രിസ്റ്റോ ടോമിയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊരാഗ്രഹം വന്നപ്പം ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ക്രിസ്റ്റോ ടോമി എന്ന് മാത്രം അടിച്ചു. ആദ്യം വന്ന സെർച്ച് റിസൾട്ടുകളിലൊന്ന് സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൺഗ്രാജുലേഷൻസ് ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന ഒരു വെബ് പേജിൻ്റെ റിസൾട്ടാണ്. അതിൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് വീഡിയോയ്ക്ക് ഒരു പുരസ്കാരം ലഭിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺഗ്രാജുലേഷൻ പരിപാടിയാണ്. അപ്പം ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് തപ്പിയെടുത്തു. യു ആർ റോട്ട് എന്നാണ് ആ സംഭവത്തിൻ്റെ പേര്. നമുക്ക് ചില ആർട്ടിസ്റ്റുകളുടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അവർ വരച്ചു വെക്കുന്നതാണെങ്കിലും ഇനി അതല്ല ഒരു പെർഫോം ചെയ്യുന്നതാണെങ്കിലും നമുക്കിങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അയാളുടെ ഉള്ളിലുള്ള അതിശക്തമായിട്ടുള്ള ഇമോഷൻസിനെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. അത് ഇങ്ങനെ ആ ഒരൊറ്റ പ്രൊഡക്ഷനിൽ എനിക്ക് ഫീൽ ചെയ്തു. അത്രയും ഡാർക്കായിട്ടുള്ള, അത്രയും ഡീപ്പായിട്ടുള്ള, സത്യം പറയാലോ ഞാനത് എല്ലാവർക്കും കാണാൻ സജസ്റ്റ് ചെയ്യൂല, ചിലർക്ക് അത് കണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്രയ്ക്കും ഡീപ്പായിട്ടുള്ളൊരു സാധനമാണ് അത്. നിങ്ങളൊരു സിനിമ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെയൊക്കെ ഭയങ്കര ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പക്ഷേ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടായിരിക്കും ചില ആളുകൾക്ക് അത് അനുഭവപ്പെടുക. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ പുള്ളി ചെയ്തൊരു ഷോർട്ട് ഫിലിം അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്നാണിത് കണക്ട് ചെയ്തിട്ട് ഈ ഡയറക്ടറിൻ്റെ ആയിരുന്നല്ലേ അതെന്ന് തോന്നിയത്. കാമുകി എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിമാണ്. എത്ര ആഴത്തിലാണ് ഒരു ക്യാരക്ടറിനെ ഇയാൾ സ്ക്രീനിൽ കൊണ്ടുവരുന്നതെന്നറിയോ. ഇനി അതിലും ഇടിവെട്ടൊരു സാധനം കണ്ട് ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി. കന്യക എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം. ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ കറി ആൻഡ് സയനൈഡ് എന്ന് പറയുന്ന ആ
വെബ് സീരീസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഈ സംവിധായകനെക്കുറിച്ച് കുറച്ചുകൂടി റിസർച്ച് ചെയ്യണമായിരുന്നു എന്നാലോചിച്ചിട്ട് എനിക്ക് എൻ്റെ കുറ്റബോധം തോന്നിപ്പോയി. അത്രയും ഗംഭീര വർക്കുകൾ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ പുള്ളിയുടെ മുമ്പുള്ള വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടറിക്കകത്താണ് ഈ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന കഥ വരുന്നത്. അതായത് ആ സംവിധായകൻ ഏറ്റവും ഗംഭീരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾ വളരെ ഡീപ്പായിട്ട് അയാൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തുചേരുന്നൊരു ടെറിട്ടറിയിലാണ് ഈ സിനിമയുള്ളത്. ട്രെയിലർ കാണുന്ന വെച്ചിട്ട് പറയാണ് അത് അയാൾ പൊളിക്കും എന്നുള്ള പ്രതീക്ഷ. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഷോർട്ട് ഫിലിമുകൾ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമ കാണാനുള്ള ആവേശം വളരെയധികം കൂടിയിരിക്കുകയാണ്. പിന്നെ ഉർവശി ചേച്ചി, പാർവതി, ഇതിൻ്റെ ഒക്കെ കൂടെ സുഷിൻ ശ്യാമിൻ്റെ സംഗീതം. ഞാൻ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സുഷിൻ ശ്യാമിൻ്റെ സംഗീതത്തെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല. ആ കുറവ് നമുക്കിപ്പോൾ തീർക്കാൻ തോന്നുന്നു. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇവരുടെയൊക്കെ ഉള്ളിൽ, ആളുകളുടെയൊക്കെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. മകൻ മരിച്ചു, മകൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്നു, മകനെ കുടുംബ കല്ലറയിൽ അടക്കണം, പക്ഷെ അവിടെ വെള്ളം കയറിയിരിക്കുകയാണ്, വീട്ടിലും വെള്ളമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നൊരമ്മ. ആൻഡ് മകൾ, അവളുടെയും കുറേ റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഒക്കെ ഉണ്ട്, അവരുടെ ഒരു സ്ട്രെസ് ഉണ്ട്, ഈ ബാക്കി ബന്ധുക്കളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളുണ്ടാകും. ഇത് കൂടാതെ ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിലൊരു ഉള്ളൊഴുക്ക് സംഭവിക്കുകയാണ്, ഇവരുടെ ഉള്ളിലും ഒരു ഉള്ളൊഴുക്ക് സംഭവിക്കുകയാണ്. അതിനേക്കാളൊക്കെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ വീടും പരിസരമൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ്. ഇതിനകത്തൊരു ഷോട്ടുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നു, അവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ മുഴുവൻ എച്ചിലായിരിക്കുകയാണ്, അത് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ആ ഷോട്ട് സിനിമയിൽ എങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ വെള്ളപ്പൊക്കം പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഘാതം വളരെ സ്ട്രോങ് ആയി അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒന്നിന് പോകാൻ തോന്നി, നമുക്ക് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിട്ട് വേണമെങ്കിലും അത് ചെയ്യാം. പക്ഷെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരുപാട് കണ്ടീഷൻസ് വന്നു, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. ഇപ്പോൾ പ്രകൃതി ദുരന്തം പോലെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ആ പ്രദേശത്ത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഘനീഭവിച്ച അവസ്ഥയുണ്ട്. ആൻഡ് ഈ കഥാപാത്രങ്ങൾ വേറെയും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ഘനമുണ്ടല്ലോ ആ സിറ്റുവേഷൻ്റെ ഒരു സംഭവം. അത് സുഷിൻ്റെ സംഗീതത്തിൽ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത് അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീലാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് തിയേറ്ററിൽ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ളൊരു ആവേശം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഷഹനാസ് ജലാലിൻ്റെ വിഷ്വൽസ് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് പറയുന്നൊരു ഫീൽ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഗഗനചാരി എന്ന് പറയുന്ന സിനിമ, ആ സിനിമ കാണാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് വരെ എൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സൈഫൈ സിനിമ വരുന്നു. അത് അതിൻ്റെ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും എഫക്റ്റീവായി പറയാൻ പറ്റുന്ന ഒരു രീതിക്ക് അവതരിപ്പിക്കുന്നു. അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സംവിധായകൻ്റെ പേരാണ്. ചില ആൾക്കാരൊക്കെ വിചാരിക്കും നമ്മൾ ഈ പേരിൻ്റെ കൂടെ സിനിഫൈലും കൂടി വെച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ സംവിധായകരുടെയും എല്ലാ എഴുത്തുകാരുടെയും എല്ലാ DOPകളുടെ ഒക്കെ പേരും അവർ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് അടങ്ങുകയാണെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഞാൻ അരുൺ ചന്തു എന്ന് പറയുന്ന പേര്, ആ സംവിധായകൻ്റെ പേര്, അതിങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ്. സാജൻ ബേക്കറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് വല്ലാതെ വർക്കായൊരു പടമാണ്. ഒരു പ്രദേശം, അവിടുത്തെ ആളുകൾ, ജീവിതങ്ങൾ, അതിനെയൊക്കെ വളരെ രസമായി ഗംഭീരമായി മാർക്ക് ചെയ്തു പോയ ഒരു സിനിമയായിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, പക്ഷേ ആ സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ എനിക്ക് വർക്കായ ഒരു സിനിമയാണ്. സായാഹ്ന വാർത്തകൾ നമ്മൾ കണ്ടിരിക്കേണ്ട, കാണിപ്പിച്ചിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച, ഇന്നും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് അവർ ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഇന്നും നമ്മൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വാലിഡായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഈ നീറ്റ് എക്സാമിൻ്റെ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയത്തും സായാഹ്ന വാർത്തകൾ റെലവൻ്റ് ആണ്. അത് ഇങ്ങേരുടെ പടമാണ്. ആ സംവിധായകൻ്റെ അരുൺ ചന്തുവിൻ്റെ ഗഗനചാരി തിയേറ്ററിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൈഫൈ, ഹ്യൂമർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെക്കാൾ കൂടുതൽ ഇയാൾ എന്താണ് ചെയ്തു വെച്ചിട്ടുണ്ടാവുക എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് എനിക്കുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഗോകുൽ, ഗണേഷ് കുമാർ, ഇവരുടെ കോംബോ ആ സിനിമയിൽ ഭയങ്കര രസമായിട്ട് വരുന്നുണ്ടാവും. അതിൻ്റെ ഹ്യൂമർ എലമെൻറ്റുകൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പറയുന്നൊരു ഫീല്. ആൻഡ് ട്രെയിലറിലേക്ക് വരുമ്പോൾ ഒരു ഫൈനൽ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രാഘവ എന്ന് വിളിക്കുന്ന ആ AI കൊണ്ടുവന്നത് അത് അടിപൊളി പരിപാടിയായിപ്പോയി. അതായത് മോസ്റ്റ് മോഡേൺ AI എന്ന് പറഞ്ഞിട്ടാണ് രാഘവനെ കാണിക്കുന്നത്. ആൻഡ് അവിടെ നമ്മൾ കാണുന്ന രൂപം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഗ്രാമഫോണൊക്കെ പോലെയാണ്. രാഘവ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇന്നും ആ സവർണ ജന്മി സംഭവങ്ങളൊക്കെ ആയിട്ട്
ആയിട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന, തൻ്റെ കാര്യസ്ഥൻ രാഘവൻ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വീണ്ടും താലോലിക്കുന്ന, ഓർമ്മകളിലെങ്കിലും അതിനെ വീണ്ടും താലോലിക്കുന്ന ഒരാളെ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ ക്യാരക്ടർ വളരെ കൃത്യമായിട്ട് നമ്മൾ പറയില്ലേ, സ്പോട്ട് ഓൺ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു AI. ആൻഡ് ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ, അനാർക്കലി, അജു, ഇവരെല്ലാവരും ചേർന്ന് ആ പെർഫോമൻസ് വൈസ് നമുക്ക് അടിപൊളിയായിരിക്കും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ സൈഫൈ എലമെൻറ്റുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഏലിയൻ പോലത്തെ സിനിമകൾ ഇതിനു മുമ്പും മലയാളത്തിൽ പലതരത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഏതെങ്കിലും ഒരു ഘടകത്തിൽ നമ്മളത് വെറുത്തു പോകും. ചിലപ്പോൾ അത് ആ ചെയ്തു വെച്ചിരിക്കുന്ന VFXൻ്റെ ഭാഗം കൊണ്ടായിരിക്കാം, ചിലപ്പം വളരെ ഇല്ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകും. പക്ഷേ ഈ സിനിമ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമുക്ക് ലഭ്യമായ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് കഥ പറയാമെന്ന് പറയുന്നൊരു രീതിയുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ചെറിയ ബഡ്ജറ്റായിരിക്കും, പക്ഷേ സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെയൊക്കെ വിഷൻ വേറെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ പിന്നെ ചെറിയ ബഡ്ജറ്റിൽ ഉള്ളതുകൊണ്ടാവട്ടെ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുത്തു കളയും. അതാണ് ഏറ്റവും വേസ്റ്റ് ഡിസിഷൻ. അതുകൊണ്ടാണ് പല സിനിമകളും പാതി വന്ന ബോധിധർമ്മൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് വരുന്നത്. ഒന്നെങ്കിൽ ബഡ്ജറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ച് ഈ വിഷനെ ഒന്ന് റീഡിഫൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു എലമെൻ്റ് ഉണ്ടല്ലോ. ഇവിടെ മലയാള സിനിമയുടെ ഒരു ബഡ്ജറ്റ് ലെവൽ എന്നുള്ള രീതിയിലോ എനിക്കത് കണ്ടപ്പോൾ അത്ര വലിയ അൾട്രാ ഹൈ ബഡ്ജറ്റിലൊന്നും ചെയ്ത പടം പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും കൺവിൻസിംഗ് ആയി പറയാനുള്ള എലമെൻറ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. മുമ്പ് പല സിനിമകൾക്കും സംഭവിച്ചിട്ടുള്ള ആ ഒരു അബദ്ധം അത് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സിനിമയ്ക്ക് അവർ 2-3 പ്രിവ്യൂസ് നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഏറ്റവും അവസാനം കൊച്ചിയിലായിരുന്നു. അതെനിക്ക് ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ സിനിമ തിയേറ്ററിൽ റിലീസാവുകയാണ്. ഈ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു, നമുക്ക് അടുത്ത ബന്ധമുള്ള, നമുക്ക് സ്നേഹമൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പറഞ്ഞിട്ടുള്ള ഉണ്ണി ഇതൊരു മസ്റ്റ് വാച്ചാണ്. യെസ്, അപ്പോൾ എന്തായാലും ആ പടം കാണാൻ തീരുമാനിച്ചു. ഇനി നടന്ന സംഭവം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ അവർ കൈകാര്യം ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ്. ആ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് സുരാജ് വെഞ്ഞാറമൂട് പറയുന്ന ഒരു മോശം തമാശയുണ്ട്. ആ തമാശ കണ്ടപ്പോൾ, ആ സീക്വൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിരിയാണ് വന്നതെങ്കിൽ ഈ സിനിമയിലുടനീളം നിങ്ങൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ക്യാരക്ടറിനോടൊപ്പമായിരിക്കും യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടെന്നായിരിക്കും സിനിമ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇനി അതൊരു മോശം തമാശയായിരുന്നു എന്ന് മനസ്സിലാവുകയാണെങ്കിൽ, അതായത് നിങ്ങളൊരു ജോക്കായി മാറുമ്പോഴാണ് വേറെ കുറേ ആളുകൾ ചിരിക്കുന്ന ഒരു ജോക്ക് അത്ര ശരിയായിട്ടുള്ളൊരു ജോക്കല്ല നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന പോലെ, ആ ജോക്കിലെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായിട്ട് ചേർന്ന് പോകുന്നുണ്ടാവാം. അങ്ങനെ ആ സിനിമ സംസാരിക്കുന്ന പൊളിറ്റിക്സ് അത് അവതരിപ്പിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രദേശം, ആളുകൾ ഒക്കെ എനിക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തൊരു പരിപാടിയായിട്ട് തോന്നി. കാരണം ഒരേ പൊളിറ്റിക്സ് തന്നെ, നമ്മളിപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നു, അല്ലെങ്കിൽ ഫെമിനിസം പറയുന്നു, അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം സംസാരിക്കുന്നു, ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇത് എവിടെ നിന്നുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ആരുടെയൊക്കെ ജീവിതങ്ങളെ ബേസ് ചെയ്ത് പറയുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നഗരത്തിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിങ്ങളൊരു കഥ പറയുന്നത് പോലെയല്ല ഒരു ഗ്രാമത്തിൽ 10-15 വീടുകൾ മാത്രമുള്ള ഒരു പ്രദേശത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് കഥ പറയുമ്പോൾ. അപ്പോൾ കഥ പറയുന്നത് എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനവർ സെലക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ പുലർത്തുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങനെയാണ്, അവരെ കൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ചിന്തകളുണ്ട്. ഈ സിനിമയുടെ ട്രെയിലറിൽ തന്നെ പറയുന്ന പോലെ തലയ്ക്കകത്ത് വരെ മസിലുള്ളവരാണ് എന്ന് പറയുന്ന ഒരു എലമെൻ്റൊക്കെ ഉണ്ട്. അത് സിനിമ കണ്ടു കഴിയുമ്പോൾ കുറേ കൂടി ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അത് പറഞ്ഞു പോയിരിക്കുന്ന ഒരു ലൈൻ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓഫ് കോഴ്സ് സുരാജ് വെഞ്ഞാറമൂട്, ബിജു മേനോൻ, ഇവർ രണ്ടുപേരും അസാമാന്യ പ്രതിഭകളാണ്. അവർ രണ്ടുപേരും നേർക്കുനേർ വരുന്ന കഥാപാത്രങ്ങളായി വരുന്നു എന്ന് പറയുമ്പോൾ സംഭവം ഗ്രാൻഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രതികാര കഥയായിരിക്കും ഇതിൻ്റെ ഒരു മൂല സംഭവം, ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. അതിൽ നിന്നുകൊണ്ട് സിനിമ രാഷ്ട്രീയം സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലിജോ മോളുണ്ട്, ശ്രുതി രാമചന്ദ്രനുണ്ട്, എല്ലാവരും പ്രതിഭാധനരായ ഒരുപാട് അഭിനേതാക്കളെ ട്രെയിലറിൽ കണ്ടു. ഇനി ഒരു ഇംഗ്ലീഷ് സിനിമ കൂടി കാണാൻ കാത്തിരിക്കുന്നത് ദി ബൈക്ക് റൈഡേഴ്സ് എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് ആ സിനിമ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് എന്ന് ഫീൽ ചെയ്തു. കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ലൈഫ് സ്റ്റൈൽ അതിനെ കാണിക്കുന്ന ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും അത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ്, ഈ 4 സിനിമകളാണ് ഈ ആഴ്ച തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ കാത്തിരിക്കുന്നത്. എന്നിലൊരു പ്രതീക്ഷ ഉണ്ടാക്കിയത് ട്രെയിലറും ടീസറും ചേർന്ന്. ആൻഡ് നിങ്ങൾ ഈ ആഴ്ച ഏതൊക്കെ സിനിമകളാണ് തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിച്ചിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.